ഹായ്, നമുക്കൊരു ഗതാഗത മന്ത്രിയുണ്ട്, അതായത് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അധികാരത്തിലാണ് KSRTC എന്ന് പറയുന്നതും അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നതും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഓരോ KSRTC തൊട്ടിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നിയമം അനുസരിക്കാതെ നിരത്തിലോടുമ്പോൾ MVD എന്ന് പറയുന്നത് ജനങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുകയും ഈ പറയുന്ന ഗവൺമെൻറ് അതോറിറ്റീസിൽ 60-ൽ കൂടുതൽ ശതമാനം വാഹനങ്ങൾ പ്രോപ്പറായിട്ടുള്ള പൊല്യൂഷൻ ടെസ്റ്റ് നടത്താതെ, ടാക്സ് അടയ്ക്കാതെ, അതേപോലെ തന്നെ സ്പീഡ് വയലേഷനുള്ള ഫൈനുകൾ അടയ്ക്കാതെ നിരത്തിലോടുമ്പോൾ ജനങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ജനങ്ങളെ ചൂഷണം ചെയ്യാനാണ് ഇവിടെ നിയമങ്ങളുള്ളത്. ഗവൺമെൻറ് അതോറിറ്റീസിന് നിയമങ്ങൾ ബാധകമല്ലേ? നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരല്ലേ? ഈ ജനങ്ങളും ഈ ഗവൺമെൻറ് അതോറിറ്റീസും എല്ലാവരും തുല്യരല്ലേ? ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് കീഴിൽ വരുന്ന ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ വാഹനങ്ങൾ ചെക്ക് ചെയ്യാൻ ഇവർക്ക് സമയമില്ലേ? ജനങ്ങളെ മാത്രം ചെക്ക് ചെയ്തിട്ട് അവരിൽ നിന്ന് ഫൈൻ ഈടാക്കുന്നത് മാത്രമാണ് ഇവരുടെ കടമ. സ്പീഡ് വയലേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ തെറ്റുമൂലം വന്നിട്ടുള്ള ഫൈനുകളാണ്. വർഷം കഴിയുമ്പോൾ ഈ ഫൈനുകൾ കൂടുകയാണ് ചെയ്യുന്നത്. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരേപോലെയാണ്. അവിടെ ജനങ്ങളുടെ ടാക്സിൽ നിന്നും കൂടിയാണ് ഇത് പിടിക്കപ്പെടുന്നത്. പിന്നെ പോരാത്തതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ കറക്റ്റായിട്ട് ഈ പറയുന്ന പൊല്യൂഷൻ ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഫണ്ട് വന്നിട്ട് അത് ശരിയായിട്ട് ഉപയോഗിക്കാതെ ഇപ്പോഴും ഈ വാഹനങ്ങൾ, ഗവൺമെൻറ് വാഹനങ്ങൾ നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ്. 60% കൂടുതൽ വാഹനങ്ങൾ നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിയമം സാധാരണക്കാർക്ക് മാത്രമാണോ ബാധകം? ഗവൺമെൻറ് ഉദ്യോഗസ്ഥരടക്കം സാധാരണക്കാരാണ്. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണ് കാണാതെയാണോ, അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റീസിനെ എന്താ പറയുക ശ്രദ്ധിക്കാനുള്ള ബോധമില്ലായ്മയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ബൈ.